അപ്പോൾ മീനിന്റെ ഇര കൊടുക്കാൻ പോണത് ചക്കയാണ്. ചെറിയ പീസ് മതിട്ടാ, അത്ര വലുപ്പം വേണ്ടല്ലോ, ചെറിയ പീസ് മതി. അത്ര പീസാണ് അത് തിന്നാൻ വയ്ക്കോ? അതിന് തിന്നാൻ വയ്ക്കോ? പിടിച്ച് പൊന്തിച്ചു കൊടുക്കട്ടാ. വായ് മോളൂസ് മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളൂസ് മീനെ പിടിച്ച്, മോളൂസ് വലിയൊരു മീനെ പിടിച്ച്. ഞങ്ങള് അടുത്ത ഇര കൊറുക്കാൻ പോവാണ്. അടുത്ത മീൻ പിടിക്കാൻ പോണത് നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ്. അപ്പോൾ അടുത്ത ഇര ഞങ്ങൾ ചൂണ്ടലിൽ കോർക്കാൻ റെഡി ആയി കൊണ്ട് നമ്മളെ ദീനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇര കോർത്തതിന് ശേഷം നമ്മളെ കുഞ്ഞുമോനാണ് അടുത്ത മീനെ പിടിക്കാൻ പോകുന്നത്. കുഞ്ഞുമോനക്ക് മീനെ കിട്ടുമോ ഇല്ലേന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കുഞ്ഞുമോന് മീൻ പിടിക്കോ? മീൻ പിടിക്കോ? കിട്ടുമോ? ആ, നമ്മ നോക്കാം. അപ്പൊ കുഞ്ഞുമോന് മീനെ പിടിക്കാൻ പോവുകയാണ്. മന്ദം കുഞ്ഞുമോൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കുഞ്ഞുമോൻക്ക് ഒരു മീനെ കിട്ടുന്നതാണ്. ആ, കിട്ടി. അതാ നമ്മളെ കുഞ്ഞുമോൻക്കും മീനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോനും മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കുഞ്ഞുമോനും മീനെ പിടിച്ചു. അത് ശക്തിയായി കുഞ്ഞുമോന് വലിച്ചു. നോമ്പ് കഴിഞ്ഞിട്ടോ മതി എന്റെ എല്ലും കോലി കാണോ?
ഇനി മതി നീ മീൻ പിടിക്കാൻ പോവാണ്. കമ്പി വല കേട്ടോ, വല മോള് എടുക്കണ്ട എടുക്കണ്ട. വല എടുത്തിട്ട് മീൻ പിടിക്കാൻ പോവാണ്. കൂടെ പോ. ഇങ്ങട്ടടി കളഞ്ഞു വാങ്ക് എന്തൊരു കഷ്ടം. അടുപ്പിക്ക് പൊന്തിക്കല്ലട പൊട്ടാച്ചി പൊന്തിക്കട്ടാ. ഞാൻ കൊണ്ടുവരാം. ആ പെണ്ണ് അവിടെ കെട്ടി അടുപ്പിച്ച് പിടിക്കട്ടെ. അടുപ്പിച്ച് ആ ചുമന്നോണ്ട് ചാടിക്കോ. ഗോണാനോട് പറഞ്ഞില്ല. ഗോണ പറഞ്ഞു അവിടെ അങ്ങനെ എടുത്താ കിട്ടൂല. കുഞ്ഞാന്റെ കാട്ടെ ഉണ്ടാവൂല. ഉള്ളിക്ക് വെക്ക്. ചെമ്മ തട്ടട്ടെ. പൊന്തിക്കല്ലേ പറയുമ്പോ പൊന്തിക്ക. അങ്ങനെ വെക്കട്ടെ അവിടെ. പൊന്തിക്കല്ലേ ഞാൻ വിട്ട് ജാവശൊക്കെ വിടില്ല. ചുമരിന്റെ അരി തട്ടട്ടെ കൈ ഉണ്ടാവും. അപ്പൊ പാഹജ് പൊന്തിക്കല് ഈ പാഹനുണ്ട്. ചുമരുമ്പോ തട്ടട്ടെ. അനി പൊന്തി ഓട് ഓട് ഓട്. ഏഴാമത്തെ കിട്ടാ അപ്പൊ കളയാതി. ഇവിടെ തന്നെ അടിക്ക് വെക്ക്. ഇവിടെ അടിക്ക് വെക്ക്. ഇവിടെ തന്നെ അടിക്ക് വെക്ക്. അയ്യോ മെല്ലെ അടിക്ക് ഇവിടെ തന്നെ നീക്കി കൊണ്ടുപോകും. അടി കൂടെ തന്നെ നീക്കി കൊണ്ടുപോകും. അരൂക്ക് ചുമരുമ്പക്കിട്ടാ. ആ ഇനി പൊന്തിക്ക്. ആ ചാടി ചാടിയാ ഒന്ന് ചാടി രണ്ടര ചാടി മാറി കുഞ്ഞോ വാ.
രണ്ടര അടിയാ പത്തെണ്ണായി ബക്കറ്റ് പത്തെണ്ണായി ബക്കറ്റോടെ പത്തെണ്ണായിട്ടാ ആ അല്ല മതിയല്ലേ അവിടെ ആട്ടിയാ മതി കാലേറ്റ് അതാണ് പോകും. എന്നാ ചുമരുടെ അരുവക്ക് മുട്ടട്ടെ. നല്ല പതിക്ക് പോയി പോയി ചെറുതാ ചെറുതാ ചെറുതാണ് 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 ആ അത് കിട്ടാളെ നമുക്ക് ലാസ്റ്റ് എല്ലാ അവിടെ പോന്നേ മീൻ തരുമ്പോഴാണ് ആവശ്യം. ആ ചുമ അവിടുത്തെ ചുമരതാ ഇത് ഈ ചുമരതാ അതിനോട് മുട്ടിട്ട് മേലെ എടുക്കണം കേട്ടാ. ആ ബക്കറ്റിൽ കൂടി കൈ എത്തുന്നുണ്ട് ചൂടൊരു ചാരിന്നോ സോലിയ വെള്ളം എടുക്ക്. കുഞ്ഞുമോ ഇപ്പൊ വരൂട്ടാ. അത് ചാരി അടുപ്പിച്ചിട്ടാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് അപ്പൊ കൊണ്ട് പോകും. അരി കൂടെ ഒന്നും കൂടി ആ ചുമരുമ്പോ ചാരി പിടിക്കട്ടാ. ഇപ്പൊ പോയി പോന്നു ആ കുടിച്ചോ കിട്ടി കിട്ടി ഉണ്ടാവും. അവിടെ കൂട്ടി പിടിക്കാം അല്ലോടെ ഇതൊക്കെ ചെറുതാണോ ചെറുതാ ഒരു കാര്യം ചെയ്യാം, ചെറുതാണോ എടുക്കല്ലേ. അല്ല ഒക്കെ നമുക്ക് പിടിച്ചു വെക്കാം. ഒക്കെ പിടിച്ചു നോക്കണ എനിക്ക് പോയി പോലെ രണ്ടാളെ കിട്ടാൻ ചെല്ലോ. ചുമരുമ്പോ തട്ടിക്കും മേലത്ത് കൂടെ വലിച്ചങ്ങാണ്ട് ചുമരും കൂടെ തട്ടിച്ചിട്ട് വലിക്കും. ഇത് പിടിക്കാൻ നല്ല സാറാണ്. അല്ല അവിടെ ഉണ്ട് എന്റെ കാലിലവിടെ കിട്ടി. എന്റെ കാലിലവിടെ ഒന്നും ഉണ്ടായിരുന്നു. കുഞ്ഞതാണ് അവിടെ അധികം വെള്ളിപ്പാണ്ട് എടുത്തുവെച്ചോ. ഇനി മെല്ലെ അരുവക്ക് ഇങ്ങനെ പോ, അരുവക്ക് മെല്ലെ പോയാ കുറച്ചുകൂടി പോളക്ക് പോയില്ലേ. ഞാൻ ചുമരുമ്പോ കൂടെ മെല്ലെ വലിക്ക്. അടി കൂടെ ഒരുപാട് മീൻ കഴിക്കണം. പൊന്തിക്ക് ആ പോയി ചെറുതാണ് പോയത്. അതൊരു വലുതിട്ടാ വായെടുത്താ ആ പോയി ചെറുതാണ് അതും പോയാ. ആദ്യം ആട്ടട്ടെ. ഇതാണ് ഈ സ്ഥലം താഴെ വെക്കട്ടാ. വെച്ച തലയിൽ വെച്ച താഴെ വെച്ചോ വെച്ചാ നിലത്ത് കൂടെ വലിച്ചു കൊണ്ടുവരും. നിലത്ത് കൂടെ വലിച്ചു കൊണ്ടുവരും. നല്ല പോലെ പിടിക്കുതിനോ എല്ലാറ്റിയാ വലിയ ഒക്കനാട്ടത്. അത് ഇയാടാ ഇവ തൂങ്ങല നേരെ ഇല്ലേ അവിടെ എത്തണില്ല. അന്ന് എത്തിനോട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടിട്ട് ആട്ടട്ടെ. ഇവിടെ വരച്ചിട്ട് രണ്ടാളോ മതി. താത്തി കൊണ്ടിരിക്കും. നീ എന്റെ അടുത്തേക്ക് വാ. എന്റെ അടുത്തേക്ക് ഈ അരുവ് കൂടെ വാ. ഞാൻ ഈ അരു ചാരിട്ടാ വരാം കുടിക്കാം. മെല്ലെ ഒരുമിച്ച് പൊന്തിക്ക്. ചെറുതാണ് കേട്ടോ. ഷോൾഡർ ആയിട്ട് ഇവിടെ അരുവിന് ജാമാക്ക്. നീ ആ അരുവിനെടുക്ക്. എങ്ങനെ മീൻ പിടിച്ചറിയോ? ഈ അടിയത്തെ കൈ താത്ത്. ഈ അടിയത്തെ കൈ ഈ കൈ പൊന്തിക്ക. ഇത് പൊന്തിക്കാം. ഇങ്ങനെ വരിക ഇങ്ങനെ ഇങ്ങനെ ഈ അടിയത്തെ കൈ പൊന്തിക്ക. അടിയത്തെ കൈ പൊന്തിക്കണ 10 കിട്ടി. ആരിക്കത് അല്ല താത്ത്. ഈ അടിയത്തെ കൈ താത്ത്. താത്തിയാ ഞാൻ കൂടെ പിടിച്ചോ. ഇങ്ങനെ കൊണ്ട്
ഞാൻ പറയുമ്പോ പൊന്തിക്കണം. അരൂ കൂടെ പൊന്തിച്ചോ. പൊന്തിക്ക് പൊന്തിക്ക്. ഞാൻ അരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് മോളസിട്ട് കഴിഞ്ഞിട്ട് ഒരു വലുതുണ്ട്. ആ ഇജ്ജ് മാറിക്ക് ഇന്റെ കാലാണ്. കാലല്ല അല്ലാതെ ഒരു വലുത്. ഇജ്ജ് മാറിക്കോനാ അരൂക്ക് നിക്കട്ടെ. നീ കുഞ്ഞുമാനെ അരൂക്ക് പോയാ. ആ ഞാൻ ഈ താഴത്തെ കൈ അടിക്ക് കൂടെ നിലത്ത് കൂടെ വലിക്ക്. അങ്ങനല്ല, ഈ കൈ പിടിക്കുക, എന്നിട്ട് ഇത് അടിക്ക് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക. ഈ കൈ പൊന്തിച്ചു. ഈ കൈ പിന്നെ പോലെ പൊന്തിച്ചു. നേരത്തെ പറ ഇനി മതി. ഇങ്ങനെ വലിച്ചു വലിച്ച് അരൂ കൂടെ അവിടെ തട്ടിച്ചാ എന്തായാലും മീൻ കിട്ടും. പൊന്തിക്കടാ. ഞാൻ ആദ്യം ഞാൻ അടിയത് കാണിച്ചെടുത്തു നമുക്ക് അവിടെ. ഇങ്ങനെ പിടിക്കുക, അടി തട്ടുക, എന്നിട്ട് ഇങ്ങനെ അത് സാരില്ല, വലുത് അത്ര മതി. ആ പൊന്തിക്ക്. ആ കിട്ടും, ഇപ്പൊ കിട്ടും. പൊന്തിക്ക്. മോളിച്ചാണ്ട് ഇറങ്ങിയതാ. പറഞ്ഞാട് കേൾക്കാം. എനിക്കിത് കയ്യിൽ പിടിക്കാൻ തരും. കിട്ടിയാ നീ ഇവിടെ വെച്ചെടുക്ക്. അങ്ങനല്ല, ഇത് കൈ അതിന്റെ കൂടെ പോയി ഒപ്പം പൊന്തിക്കണില്ല. ഞാൻ കളഞ്ഞല്ല. ഒപ്പം പൊന്തിക്കായിട്ടാണ് ഞാൻ ആർക്കും ഒന്നുകൊണ്ട് പൊന്തിച്ചു കൊടുക്കുന്നത്. ഒരു മീനെങ്കിലും പിടിക്കണം വീഡിയോയില് എന്നാണ് പറഞ്ഞത്. ഒരേ പോലെ പൊന്തിക്കട്ടാ. ആ ഇതിലെന്തായാലും മീൻ ഉണ്ട്. പൊന്തിക്കട. അടുക്ക് ആ പാത്രം നീ പിടിക്കാൻ പോകുന്നത്. പിടിച്ചാ ഉടുപ്പാണ്. അത് കുഴപ്പമില്ല. നാരിക്കന്ന് എടുക്ക്. കുഞ്ഞാനായി ചവിട്ടല്ലേ പൊട്ടും. പാവാടക്കുള്ള കയറി മതിയായി. പോളസിന്റെ പാവാടക്കുള്ളത് മീൻ കറി മതി. മതിയാ നീ മതി കഴിക്കോളൂ. എന്നാ ഓള് മീൻ കുടിക്കട്ടെ. നീ അത് നല്ല റെഡി ആയിട്ടില്ല, അത് റെഡി ആകട്ടെ. ഇപ്പൊ പൊന്തിച്ചാ രണ്ടാളും എടുക്ക്. മോളൂസ് ഇവിടെ കുടിക്കും. ഒരു തലക്ക് മോളൂസ് ഒരു തലക്ക് മീൻ ആയിക്കോട്ടെ. ആര് മീനാട്ട് കുഞ്ഞോന അതിന്റെ ഉള്ളിൽ പോയി കണ്ട് മീനാട്ട് കാലോണ്ടേ പൊന്തിച്ചിട്ട് പോട്ടെ. ഞാൻ പറയുമ്പോ വെച്ചാൽ മതി. വല്ല എന്നോട് പറഞ്ഞപ്പോൾ മീൻ ഉഷാറ് കൊണ്ടുണ്ടാകും. മോളസ് വെക്കുക. മീൻ കിട്ടുട്ടാ. നോക്കിക്കോട്ടാ മോളോ. ഇപ്പൊ പൊന്തിക്കാ ഇല്ല ഞാൻ അധികം കുഞ്ഞുമോനെ കുറ്റിമരിക്കല്ലേ. മോളിസ് വെള്ളം ഇറക്കല്ലേ. വായ പൂട്ട്. കൂടെ പോയി മോളിസ് വായിക്കാക്കല്ലേ. അപ്പിയുള്ള അവിടുന്ന് ഇങ്ങോട്ട് ആട്ടറാ. ഇത് ആദ്യം വെക്കല്ലേ. ആ പറയുമ്പോ വെച്ചാൽ മതി. അവിടെ അടി കൂടെ വലയിൽ കൊണ്ട് പോട്ടെ. കുഞ്ഞോളെ എന്താ പറഞ്ഞേ? ഒച്ചുണ്ടാക്കല്ലേ. ദീനാണ് നിക്ക്. ഇത് കുടിച്ചിട്ടുണ്ടായി വെള്ളം താത്തി. തൊട്ടടിക്ക് താത്ത് താത്തിയാ. കുഞ്ഞ കാല് മാറ്റി. മീനെ വിട്ടു. അവിടെ നിക്കാൻ വെക്കൂല. മീനാട്ടിയാ വല ശരിയാക്കണ്ടേ? വല ശരിയാക്കിയാ. മീനാട്ടിയാ. ഒരു മിനിറ്റ് ആകട്ടെ.
മെല്ലെ അട്ടിച്ചിങ്ങനെ ഉസാറത്തിലാട്ടിയ മീൻ ഉണ്ടാവും. ഇത് കുഞ്ഞ അങ്ങോട്ട് ഇക്കടാ, ഇവിടുത്തെ മീൻ വരിക. ഒതുങ്ങിക്ക്, ഞാൻ മതിക്ക് നോക്ക്. കുഞ്ഞാൻ അവിടെ പിടിക്കേ. ഒരു പോയാ രണ്ടുണ്ട്. ഞാൻ കാട്ടി കയറി മതി. രണ്ടെണ്ണം എടുത്തത് മതി മതി മതി. നമുക്ക് വഴികളെ വെച്ചാണ്ട് ചെറുതിന് കിട്ടാലോ. ഏയ് മതി 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 മതി. ഇത് കേറിക്കോളെ, കേറിക്കോ കേറിക്കോ. കനാഞ്ഞു ഇങ്ങനത്തെ മോൾ കൂടെ ഇറങ്ങട്ടെ. മേൽക്കൂടെ ഇട്ട് അതല്ലേ ഇങ്ങനെ മീനുകളെ കിട്ടിട്ടാണ് നമുക്ക് മീനെ കിട്ടി. 4 വലുതും 17 ചെറുതും. ചെറുതിന് കുറച്ച് വെക്കാനിട്. നല്ല ചെറുത് നോക്കിട്ടേ കിട്ടാളാ. നല്ല ചെറുത് നോക്കിട്ടേ ഉണ്ടാതിരിക്ക്. 5 ആയില്ലേ? ഒന്ന് വലിച്ചു മാറായിരുന്നു. എടുത്തൂടെ പിടിച്ചൂടി വേഗം. രണ്ട് കൈയിട്ട് എടുത്തോക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത്ര മീന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മീൻ തൊട്ടാണ് നമ്മളൊന്ന് ഫ്രൈ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ടാങ്കിൽ നിന്ന് കുറച്ച് കൂടുതൽ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മീനെ അതിലേക്ക് തന്നെ ഇട്ട്, കുറച്ച് വലുതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ചെറിയ മീനെ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ അരപ്പ് റെഡിയായി. ഇനി ഈ അരപ്പ് നമ്മുടെ ഈ മീനിലെ തേച്ച് പിടിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ വെക്കാൻ പോവുകയാണ്. നന്നായി മീനിൽ നല്ല തേച്ച് പിടിപ്പിച്ച് നല്ലൊക്കെ തേച്ചിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മീനെ നമുക്ക് എന്ത് ചെയ്യണം? പൊരിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ആളിക്കത്തുന്ന അടുപ്പിലേക്ക് നമ്മൾ ഫ്രൈ പാൻ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ പൊരിക്കാൻ പോവാണ്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഒരു സ്മെല്ലൊക്കെ മീനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരോ മീനായിട്ട് നമ്മൾ ഫ്രൈ പാനിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ മീൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മീൻ നല്ല ഉഷാറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് ഉള്ളിയൊക്കെ വാട്ടി നല്ല ഉഷാറാക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.